ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സാധാരണ പുസ്തകങ്ങൾ വാങ്ങുന്ന സമയത്ത് നമ്മളത് വാങ്ങും, ഓഫീസിലായാലും വീട്ടിലായാലും അങ്ങനെ കൊണ്ടുവയ്ക്കും. ചില ആളുകൾ അടുക്കും ചിട്ടയോടെ അടുക്കി വെക്കാറുണ്ട്, ചില നല്ല നല്ല ഷെൽഫുകൾ ഉണ്ടാക്കി വെക്കാറുണ്ട്. പലപ്പോഴും പല സ്ഥലങ്ങളിലായിട്ട് നമ്മളിങ്ങനെ പുസ്തകങ്ങൾ ഇടുന്ന സമയത്ത് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, അതൊരു അലസമായിട്ട് അവിടെ കിടക്കുന്നതായിട്ട് നമുക്ക് പിന്നീട് തോന്നും. അപ്പൊ അതിനൊരു പരിഹാരമാണ് ഞാൻ ഈ പറഞ്ഞ ചെറിയ സ്റ്റാൻഡ് എന്നുള്ളത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞിരുന്നു. അതുകൊണ്ടോ, ഇത് ഒരു സ്റ്റാൻഡാണ്. പിന്നെ ഇതിങ്ങനെ വെക്കാം. രണ്ട് സ്റ്റാൻഡ്, നല്ല വെയിറ്റ് ആയിട്ട് ചെയ്തൊരു സ്റ്റാൻഡാണ് ഇത്. നമുക്ക് ചെറുതാക്കിയും വെക്കാം, പുസ്തകങ്ങൾ എടുത്താൽ വലുതാവും. സാധാരണ നമ്മളൊരു പുസ്തകം അതിനിടയിൽ നിന്ന് എടുത്താൽ ഒരു ഗ്യാപ്പ് വരും, പക്ഷെ ഇതിൽ വരില്ല. ഇത് നമുക്ക് അതിനനുസരിച്ച് പുസ്തകം കൂടുന്നതിനനുസരിച്ച് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. എന്നിരുന്നാലും വളരെ സിമ്പിളായിട്ട് ഇത് കാണിച്ചാണ്. അതുപോലെ തന്നെ മറ്റൊരു സ്റ്റാൻഡാണ്, നമ്മൾ സാധാരണ പുസ്തകങ്ങൾ വായിക്കാത്തതിന്റെ കാരണം നമ്മൾ അങ്ങനെ പുസ്തകങ്ങൾ അടുത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും സാധാരണ ഈ ഒരു ലൈബ്രറി ചെറുതായതുകൊണ്ട് ടേബിളിന്റെ മുകളിൽ വെക്കാം, നമുക്ക് കയ്യെത്തും ദൂരത്ത് അതുണ്ടാവും. അത് മാത്രമല്ല, ഇപ്പോൾ പുസ്തകങ്ങൾ നമ്മൾ അടച്ചു വെക്കുന്നതുകൊണ്ട് കൂടുതലും വായിക്കില്ല. ഞാൻ സാധാരണ ഇങ്ങനെ തുറന്ന് ഇങ്ങനെ വെക്കാറുണ്ട് എപ്പോഴും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എപ്പോഴും തുറന്നിരിക്കുന്നതുകൊണ്ട് ചെറിയൊരു സമയം കിട്ടിയാൽ പോലും അതിൻ്റെ ഒരു കുറച്ച് ഭാഗം നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ഇതുണ്ടോ, ഇത് ഒരു സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡ് ഇതിങ്ങനെ രണ്ടായിട്ടാണ് നമുക്കിതിങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും. അതിൽ പല പേരുകൾ ഇങ്ങനെയുണ്ട്. ഇതിൽ റീഡ് മോർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഓരോന്നിലും ഓരോ പേരുകളാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഇതിലിത് വേറൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അതിന് വേറൊരു പേരാണ് കൊടുത്തിട്ടുണ്ട്. ചില പുസ്തകങ്ങൾ ഇതിൽ വെച്ചാൽ അതുപോലെ തന്നെ ഇരിക്കും, ഇങ്ങനെ തുറന്നു വെച്ചാൽ അങ്ങനെ ഇരിക്കും. പക്ഷെ ചില ചെറിയ പുസ്തകങ്ങളായാലും നല്ല കട്ടിയുള്ള പുസ്തകം നിൽക്കില്ല. അപ്പൊ അതിനാണ് നമ്മൾ ഇതിലൊരു ഇലാസ്റ്റിക്കിന്റെ ഇതിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ട് സൈഡും അത് ഇടാനായിട്ട് സാധിക്കും. അതുപോലെ അതിൽ പേരൊന്നും, ഇതിലെല്ലാത്തിലും കസ്റ്റമൈസ്ഡ് ആയിട്ട് പേര് ചെയ്തത് ഓരോരുത്തർക്ക് ഇത് വാങ്ങി വെച്ചിരിക്കുന്നതാണ്. വിൻസെന്റ് ജോസ് എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരുടെ പേര് നമുക്ക് സെപ്പറേറ്റ്. ആർക്കെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ അവരുടെ പേര് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്ട് അവർക്ക് നല്ല ഫീലായിരിക്കും. ഇപ്പൊ അവരുടെ മേശപ്പുറത്ത് വെക്കാൻ, ഓഫീസിലായാലും അല്ലെങ്കിൽ ലിവിംഗ് റൂമിലായാലും വെക്കാനായിട്ട് ഇത് നോർമലാണ്. നോർമൽ എന്ന് പറഞ്ഞതിൽ വേറെ പേരോ ഒന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ഒരു രീതി. ഇതും അതുപോലെ തന്നെ വെക്കാം. അതുപോലെ അതിന്റെ വെയിറ്റ് ഞാനിതിൽ കാണിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലുള്ള ബുക്ക് ഷെൽഫുകൾ ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. റീഡിംഗ് സ്റ്റാൻഡ് കൂടുതൽ ഇതിൽ സമ്മാനമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ആർക്കെങ്കിലും കുറച്ച് ബുക്സ് വാങ്ങി ഇതുപോലെ സ്റ്റാൻഡും അവരുടെ പേരൊക്കെ എഴുതി കൊടുക്കുമ്പോൾ ഭയങ്കര സർപ്രൈസിങ് ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിൽ വെക്കാം, നിങ്ങളുടെ ബ്രാൻഡിന്റെ പേര് അതിൽ നമുക്കത് കട്ട് ചെയ്ത് എടുത്തതിൽ വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റാഫിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. ഒരുപാട് ആളുകൾക്ക് അത് ഗുണം ചെയ്യും. തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് ഇതുപോലെ പുതിയ കാര്യങ്ങളും പുതിയ പുസ്തകങ്ങളുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്